ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ വെക്കേ പുട്ടുണ്ടാക്ക നമ്മളെ കൊണ്ടൊക്കെ പറ്റിയ പടി ഇതാണ്. ഇതൊക്കെ കഴിക്കാൻ നോക്ക്. 1.5 മണിക്കൂർ കൈ പിടിച്ച് നിൽക്കൊന്നും വേണ്ട. മീനാണ് അതവിടെ തന്നെ കിടന്നോണ്ട് എന്തോളും. സാധനമില്ല അവിടെ ക്യാമറ പിടിച്ചിരിക്കുമ്പോ ആലോചിക്കാറുണ്ട്. ഇനി ഇരുന്ന് സംസാരിക്കാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തൽക്കാലം വ്ളോഗ് നിർത്തണം. കേട്ടെന്ന് സംസാരിക്കാൻ നമുക്ക്. ഹലോ, ഞങ്ങൾ ഒരു കുക്കിംഗ് പരിപാടിയിലാണ്. ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാൻ സമയം ഇപ്പോൾ 2 മണി. അറിയാലോ, വീക്കെൻഡ് ആകുമ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയാനൊക്കെ 2:30-3 മണിയൊക്കെ ആവും. എന്തായി? ഞാൻ ജോലി ചെയ്യുമ്പോ സംസാരിക്കാറില്ല, കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലിയാണ് എന്നെ ശല്യപ്പെടുത്തുന്നത്. വേഗം ചെയ്താ വേഗമല്ലൊക്കെ ചെയ്താ. വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാനുള്ള നാളികേരം ചിരകിയും കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ. ഞാൻ ജോലി ചെയ്യുമ്പോ ഞാൻ അതിൽ ഫോക്കസ് ചെയ്യും, മനസ്സിലായില്ലേ? അതെ, ഞാൻ ഇപ്പൊ കണ്ടു പൈപ്പ് ഇങ്ങനെ കഴുകിയിട്ട് പുറത്തേക്ക് നോക്കിക്ക. ഞാൻ ഒരു പ്രാവശ്യം പുറത്തേക്ക് നോക്കണ്ട, അപ്പൊ ചോദിച്ചാൽ എന്തെങ്കിലും എടുക്കാനാവുന്നു. പിന്നെ പോയി വന്നപ്പോഴും പുറത്തേക്ക് നോക്കി നിൽക്കുക. അപ്പൊ ബോധം പോയി നിൽക്കണ്. പണിയുടെ ഇടയിൽ എല്ലാ വിത്ത് പറഞ്ഞ പോലെ എല്ലാ 5 മിനിറ്റിന് ശേഷം 10 മിനിറ്റ് ഓരോന്നും ഇങ്ങനെ നോക്കി ബ്രേക്ക് എടുത്ത് ഇങ്ങനെ നിൽക്കും. ഞാൻ അങ്ങനെയല്ല, ഞാൻ പണി തുടങ്ങി ഞാൻ ഈ നാളികേരം കംപ്ലീറ്റ് ആക്കി ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് അറിയില്ല, വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിക്കുക. അതാണ് ഇവിടെ നമ്മുടെ ഈ മുന്നിലുള്ളതിലേ ഇങ്ങനെ തെങ്ങൊക്കെ ഉണ്ട്. തെങ്ങ്, വാഴ ഒക്കെ കാണാനുണ്ട്. അപ്പൊ എനിക്കൊരു നാടിന്റെ ഫീൽ ഓർമ്മ. ഞാൻ മാത്രല്ല, ഇത് മിത്തുക്കുട്ടിക്കും സെയിം ആണ്. അവൾ ഇത് തന്നെയാണ് പറയാറ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒരു വല്ലാത്തൊരു, അത് എങ്ങനെ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നും. എനിക്കാണെങ്കിൽ ആ ഫീല് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഫീലിക്കോട്ടെ. രമേശേട്ടൻ എന്തായാലും ഞാൻ ഫീലിനോണ്ട് അങ്ങനെ നല്ല ഇഷ്ടമാണ്. അതും ഈവനിങ്ങില് ചായ. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, ഈവനിങ്ങില് ചായ കുടിക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈവനിങ്ങിൽ ഇങ്ങനെ ചായ കുടിക്കുമ്പോ അതിങ്ങനെ വിത്തുതെ പഠിക്കാതിരിക്കുമ്പോ അതിങ്ങനെ തുറക്കുമ്പോ ഉള്ള ആരോട് പറയാം. എപ്പോഴും പറയണ കാര്യമാണ്, നാട്ടിലെ വീട് വെക്കോ ഒന്നും പോലും അറിയില്ല. നാട്ടിലെ വീട് വെക്കുമ്പോ ഞാൻ അങ്ങനെ കുറെ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും, ഇപ്പൊ നമ്മളൊരു ഭയങ്കര മോഡേൺ അല്ല, അങ്ങനത്തെ ഒരു വീടല്ലേ നമ്മളിപ്പോ ഉണ്ടാക്കിയിരിക്കണേ. അപ്പൊ ഞാൻ പറയും, നാട്ടിലെനിക്ക് ഒന്നും ചെയ്യാത്ത നാടൻ വീട് വേണം. അല്ലേ? ഒന്നും ചെയ്യാത്ത പറഞ്ഞ നിലക്ക് ഇങ്ങനെ വേറെ പണിയൊന്നും ഇല്ല, അതൊക്കെ തന്നെയുള്ള പണി. ഈ അങ്ങനത്തെ വീട്, ഇങ്ങനത്തെ ഒരു നടുമുറ്റല്ല, ഇങ്ങനെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കാനുള്ള ചെറിയ ഏരിയ, കുഞ്ഞ വീട്, ഒരു 3 റൂമുള്ള ഒറ്റ നില വീട്. പക്ഷെ പക്കാ നാടനായിരിക്കണം. എങ്ങനെ ഉണ്ടാവും? അതിങ്ങനെ കുറെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നിലക്ക് ഇങ്ങനെ ഇപ്പൊ പച്ച കളർ അല്ലെങ്കിൽ കാവിയുടെ കളർ അങ്ങനെയൊക്കെയുള്ള കുറെ നിലക്ക് ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ മുറ്റം വേണം. മുറ്റത്ത് ഒന്നും ഇടാൻ പാടില്ല, ഇന്റർലോക്ക് ഒന്നും ഇടാൻ പാടില്ല. മിറ്റമായിട്ട് തന്നെ, അതായത് ആ മഴ പെയ്യുമ്പോ മണ്ണിന്റെ മണം എനിക്കിങ്ങനെ വലിച്ച് കയറ്റണം. ആ മണ്ണിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ മിറ്റം വേണം. ചളി ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, അതിൽ കോൺക്രീറ്റോ ഇന്റർലോക്കോ ഒന്നും ഇടാൻ പാടില്ല. ആ നിലത്ത് മിറ്റത്ത് മണ്ണിൽ ചവിട്ടണം. അങ്ങനത്തെ കുഞ്ഞു മിറ്റം മതി, ഒരു 10 സെന്റ് സ്ഥലത്തിലുള്ള സ്ഥലം. 3 റൂമുള്ള ഒരു കുട്ടി വീട്. 2 റൂമാകുമ്പോ വളരെ ചെറുതായി പോകും തോന്നാം. എന്നിട്ട് ഇങ്ങനെ ആ നാട്ടില് റോ ആവണം. റോ ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ രമേശേട്ടന് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അത് അത്രയല്ലോ, ചൂലോണ്ട് തച്ചടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് മിറ്റമായിട്ട് തന്നെ വേണം. പിന്നെ നമുക്ക് തന്നെ അടിച്ചു തുടങ്ങിയാൽ അത്ര ചെറിയൊരു വീടാവണം. ഇതേപോലത്തെ വീടൊക്കെ മതി. പക്ഷെ അത് അധികം വലിപ്പം പാടില്ല. കാരണം എന്നാണ് നമുക്ക് തന്നെ അടിച്ചു വരി തുടക്കേണ്ട ഒരു അവസ്ഥ വരാന്ന് അറിയില്ല. അപ്പൊ വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈസയൊക്കെ വേണം. പിന്നെ അത് മൊത്തം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. റിട്ടയർ ആയ രമേശേട്ടൻ അവിടെ പോയി മെയിൻറ്റെയിൻ ചെയ്യും. അതെനിക്ക് അതാണിപ്പോ ഈ ക്യാമറ വെച്ചതിന്റെ പിന്നിലാണ് എന്റെ ഇത് റോസ്റ്റ് ചെയ്യാനുള്ള സാധനം. അതാണ് ഇപ്പൊ അതിന്റെ പിന്നിലാണത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് അറിയുള്ളൂ. എന്താ റോസ്റ്റ് ചെയ്യുന്ന സാധനം ഒരു വീട് വെച്ച് നീ വീട് വെച്ച് താമസിക്കുന്നതിന് മുന്നേ ടോപ്പിക്ക് മാറിയാണ്. ചായ കുടിക്കണം അതില് ഇരുന്നിട്ട്. ഇത്ര ലക്ഷം ചെലവാക്കിട്ട് എനിക്ക് എല്ലായിടത്ത് പോയിട്ട് ചായ കുടിച്ചൂടെ? അങ്ങനെ വീടുകളിൽ കയറി ചായ കുടിക്കാനാണ് വെച്ചാ ഞാൻ ചായ ശീലം നിർത്താൻ പോവാ, വീട് വെക്കണ്ടല്ലോ വെച്ചിട്ടപ്പ. നിങ്ങളുടെ അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ? അല്ല, ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പറയാൻ. അപ്പൊ അത് ഞാൻ പറയില്ല, ഇതിൽ ഓരോ കാര്യം നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്തിരിക്കണേ. പക്ഷെ
ആഗ്രഹിക്കാനല്ലേ? ഡ്രോബാക്ക് എന്നല്ല, ഫ്ലാറ്റ് എനിക്ക് ഇഷ്ടമാണ് ബോംബെയിലാണെങ്കിൽ. നാട്ടിലെ രമേശേട്ടന്റെ നാട്ടിലും ഫ്ലാറ്റ് ഇഷ്ടം. പക്ഷെ ഞാൻ വിചാരിക്കും മുറ്റം ഒരു ഭയങ്കര വികാരമല്ലേ, മുറ്റമില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലല്ല. അല്ലെങ്കിൽ നല്ല വലിയ ബാൽക്കണി ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. എന്തിനാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ടോപ്പിക്ക്? ഒരു ആവശ്യമില്ല അല്ലേ? അല്ല എന്ത് ടോപ്പിക്കല്ലേ, നിന്റെ കാര്യമില്ല. ടോപ്പിക്കിന്റെ കാര്യം പറയാതിരിക്കാൻ ഒരു ടോപ്പിക് ഇട്ട് അത് കംപ്ലീറ്റ് ആണ്. ഇപ്പൊ പുറത്തേക്ക് ഞങ്ങളിപ്പോ സാധനം മേടിക്കാൻ പോയി. അപ്പൊ എന്നോട് പറയാണ്, അപ്പൊ എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു എന്തിനാ എന്നോട് പറയണം പിന്നെ ഇറങ്ങി ഉടനെ പറയാ. അപ്പൊ ഞാൻ തൊപ്പിയിട്ടുണ്ടായിരുന്നു, അപ്പൊ വെയിലല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ എന്തിനാ തൊപ്പിയിട്ടുണ്ട്, ഞാനൊരു വീഡിയോയിൽ കൊണ്ട് തൊപ്പിയിട്ടുണ്ട് വെച്ചാല് മുടി പോകും. മുടി കുറയും, അത് ചൂട് കാരണമാണ്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, അപ്പൊ ഞാൻ സ്വപ്നോട് പറയായിരുന്നേ അതൊക്കെ നമുക്ക് വെറുതെ, അതൊക്കെ പാരമ്പര്യമായിട്ടുള്ളതാണ്. ഒന്നാമതായിട്ടില്ല സച്ചിൻ ടെണ്ടുൽക്കർ 10-15-20 കൊല്ലം ക്രിക്കറ്റ് കളിച്ചായിരുന്നു, ഇതിനേക്കാളും കൂടുതൽ. ഈ നട്ട പൊരി വെയിലത്ത് മുഴുവന് ഈ ക്രിക്കറ്റേഴ്സ് മുഴുവൻ വെച്ചിട്ടുണ്ട്. അവര് സച്ചിൻ ടെണ്ടുൽക്കറുടെ മുടിയെ പോയാ ഇല്ലെന്താ? സച്ചിൻ ടെണ്ടുൽക്കർ വീട്ടിൽ മുടി വെച്ച് നടക്കണല്ലോ. അല്ല അയ്യോ എന്തിനാണ് അത് ഞാൻ പറഞ്ഞ ഉടനെ ഇല്ലേ സ്വപ്പ് അടുത്ത ടോപ്പിക്കിലാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ മുടി നിർത്തുന്ന പോയോ എന്ന് പറയണേ. അതിലപ്പോ ഡീമായിട്ട് തുറന്നിട്ടുണ്ടാവുമോ? ഞാൻ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ഇപ്പൊ എന്തോ പറയേണ്ട ഇടയിൽ വീട് കയറിയത്. ആ വീട് മുഴുവനാക്കുന്നതിന്റെ മുന്നേ, വീട്ടിൽ കുടിയിരിക്കലിന് മുന്നേ അടുത്ത് എന്തെങ്കിലും താമസം തുടങ്ങി. അടുത്ത ടോപ്പിക് ചേട്ടൻ അതിനെ ആ പ്ലാന് വരയ്ക്കണമെങ്കിൽ അടുത്ത 10 വർഷം എടുക്കും അല്ലേ? ഞാൻ പക്ഷെ കൂടിയിരുന്ന് പുറത്തിറങ്ങി. എന്താ കുഴപ്പം? ഇന്ന് ചീറ്റ് ഡേ ഈ വീട്ടില് ഫുൾ ചീറ്റ് ഡേ ആണ്. ചീറ്റ് ഡേ എന്നല്ല, ഒരു പിട്ടുണ്ടാക്കി രാവിലെ, അതിനാണ് ചീറ്റ് ഡേ എന്ന് പറയണേ. ഞാൻ പേരിനെ എണ്ണ ഒഴിച്ചിട്ടുള്ളത് എത്ര നേരം എയർ ഫ്രയറിൽ ഇത് ഒരുപാട് ടൈം വേണം. അതുകൊണ്ടാ ഇന്ന് പിട്ട് കഴിച്ചു, ഇഷ്ടുണ്ടാക്കി. പിട്ടു ഇഷ്ടമൊക്കെ ഒരു ചീറ്റ് ഡേ ആയിട്ട്, കാരണം അതിൽ എണ്ണയില്ല ഒന്നുമില്ല. ആ പുട്ട് കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 മാസമായി, 1.5 മാസമായി. നമ്മുടെ സാറ്റർഡേ സൺഡേ ഇവിടെ എപ്പോഴും റാഗി ദോശ, നോർമൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ആദ്യമായിട്ട് അതെ ഒരു പിട്ട്, അല്ലാതെ അവിടെ ഇരുന്ന് വർത്താനം പറയാതെ വെച്ചുകൂടെ ഇതില്. അതുകൊണ്ടാണ് കേട്ടോ പിട്ട് ഉണ്ടാക്കിയത്. അല്ലാതെ രമേശേട്ട അതിനൊക്കെ ചീട്ടേ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഉച്ചയ്ക്ക് എന്താ പറയുക, ചോറ്, മട്ട റൈസ്, വറുത്തരച്ച സാമ്പാർ. ശരി, നാളികേരം 1.5 മാസത്തിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ അറിയോ, രമേശേട്ട കണ്ടിട്ടില്ലല്ലോ ഇടിച്ചക്ക കരിഞ്ഞു പോയി, കരിച്ചക്ക. കണ്ടോ? അതെന്താ വെച്ചാ ഞാനൊരു ഇടിച്ചക്ക വാങ്ങിണ്ടായിരുന്നു. അല്ല ഇത്ര വേണം നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ. മീന് കഴിക്കാം, എന്നാ ഇടാം. രാത്രി ചപ്പാത്തി ആയിരിക്കും. നാളേക്ക് ഞാൻ വേറെ മീൻ കൂട്ടാൻ ഉണ്ടാക്കാൻ. ഈ മാന്തളൊക്കെ ഞാൻ വറുത്തിട്ട് എത്ര കാലം അധികം ഞാൻ കൂട്ടാനാ ഉണ്ടാക്കാം, ഫ്രൈ ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട്. ഇന്നിപ്പോ എണ്ണ അധികം ഇല്ല കേട്ടോ, 1 സ്പൂൺ എണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറെ നേരം വേണ്ടി വരുത്. ഞാൻ പറഞ്ഞെന്താ പറഞ്ഞില്ലേ? സന്തോഷം. അല്ല ഞാൻ എന്തോ ഇടയ്ക്ക് വർത്താനം പറഞ്ഞ പിന്നെ എങ്ങനെ ഇടിച്ചക്ക. അപ്പൊ ഞാൻ ഇടിച്ചക്ക ഇല്ല, ഞാൻ സംസാരിക്കില്ല. ഇടിച്ചക്ക ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി 120 രൂപയ്ക്ക് ഇടിച്ചക്ക വാങ്ങിച്ചു. അതിൽ ഉപ്പേരി ഉണ്ടാക്കി. രമേശേട്ടൻ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? തന്നോ? എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തായാലും നല്ല ഉണ്ടാക്കി, നല്ല കഴിച്ചു. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതേ. അന്ന് രമേശേട്ടൻ ഓഫീസിൽ പോയിരുന്നു, ചിലപ്പോഴേ കിട്ടിയിട്ടുള്ളൂ വൈകുന്നേരം. അപ്പൊ അതിന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ നിക്ക് പറഞ്ഞു വറുത്തരച്ച ഇടിച്ചക്ക സാമ്പാർ വെച്ചിട്ടുണ്ട് നിങ്ങൾ പാലക്കാടൻ സ്റ്റൈല്. പാലക്കാട് മീൻസ് ഒറ്റപ്പാലം, നമ്മുടെ അവിടത്തെയൊക്കെ സ്റ്റൈല്. ഇടിച്ചക്ക സാമ്പാർ, ചെറിയ ഉള്ളിയുടെ സാമ്പാർ, അതും വറുത്തരച്ചിട്ട് കേട്ടോ, അല്ലാതെ പാടില്ല. ഒരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഞാൻ അന്നേ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ ഉപ്പേരി നല്ല ടേസ്റ്റ് കേട്ടോ, അത് നാളികേരൊക്കെ ഇട്ടിട്ട്. അപ്പൊ അന്നേ ഉപ്പേരി ഉണ്ടാക്കിയപ്പോ ഞാൻ മാറ്റി വെച്ചതായിരുന്നു കുറച്ച് വറുത്തരച്ച് വെക്കാൻ. 1.5 മണിക്കൂർ കൈ പിടിച്ച് നിൽക്കൊന്നും വേണ്ട. മീന് അതവിടെ തന്നെ കിടന്നോണ്ട് എന്തോളും. എണ്ണ എല്ലാത്തേക്കും ആവുന്നില്ല. ആക്ച്വലി കുറച്ചും കൂടെ എണ്ണ ഒഴിക്കണോ? വേണ്ടല്ലോ. ആക്ച്വലി ഈ ഒരു സാധനം ഇടണമെന്നുണ്ട്, പക്ഷെ അയ്യോ ഭയങ്കര ശബ്ദമാവും. പിന്നെ ഞങ്ങൾ പറയണൊന്നും കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? ചുമച്ച് ചാവ അവിടെ. ഫേവറേറ്റ് ആണ് മാന്തള.
ഭയങ്കര ഇഷ്ടമാണ് മാന്തൽ വറുത്തത്. അത് ഈ മാന്തലല്ല, ചെറിയ മാന്തൽ. ഇവിടെ അങ്ങനെ ചെറിയ മാന്തൽ ഇല്ല. ഇത് നമ്മളെങ്ങനെ കറുമുറ അതല്ലേ കൂടുതൽ ഇഷ്ടം. ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് പണ്ട് ബാച്ചലറായിട്ട് താമസിക്കുമ്പോ എനിക്ക് മാന്തൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ നാട്ടിൽ നിന്ന് ഉണക്കൽ മീൻ കൊണ്ടുപോകും. അപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രാവശ്യം എന്താ ഉണ്ടായിച്ചാ പിന്നെ നാട്ടിൽ നിന്ന് ഈ ഉണക്കൽ മീൻ പാഴ്സൽ ചെയ്തു. എന്നിട്ട് മഴക്കാലമായിരുന്നു. എന്നിട്ട് ഈ ചട്ടപ്പെട്ടിയിലല്ലേ കൊണ്ടു. അപ്പൊ ട്രെയിനിൽ എന്താ വെച്ചാ ട്രെയിനിൽ ഈ ഡോറിന്റെ അവിടെയുള്ള സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നും വെള്ളം എവിടുന്നൊക്കെ വന്നിട്ട് ട്രെയിനിൽ അന്നത്തെ ട്രെയിനില് ഒരു ലീക്ക് ഉണ്ടായി. ഉള്ളില് വെള്ളം കയറി. അപ്പൊ ഈ ചട്ടപ്പെട്ടി ഫുള്ള് നനഞ്ഞു. അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങനെ നോർമൽ ഒരു പാക്കാണ്. ഇപ്പൊ ട്രെയിനിൽ പോകുമ്പോ അത്ര വലിയ പാക്കിംഗ് ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ കടലാസിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നാ. അതങ്ങനെ ഒരു 24 മണിക്കൂർ എടുത്തിട്ട് ബോംബെയിലെത്തി റൂമിൽ വന്നങ്ങിട്ട് തുറന്നപ്പോ ഉണ്ടായ ഒരു മണം. എന്റെ ഒപ്പമുള്ളവരൊക്കെ വെറുതെ ഇപ്പൊ ഇറങ്ങണം വിടുന്നത്. അയ്യോ അതങ്ങനെ ഉണക്കല് ഞാൻ വന്നതിന്റെ ശേഷം അങ്ങനെ അല്ലാതെ ചെയ്യാത്തൊരു സാധനമാണ്. എനിക്ക് ഫ്ലാറ്റിന്റെ ഉള്ളിൽ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ കുഴപ്പമില്ല, പുറമെ വെക്കാം. അപ്പൊ ഞാൻ ഉണക്കൽ അതിന്റെ ശേഷം രമേശേട്ടൻ അങ്ങനെ കഴിക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് അതിന്റെ സ്മെല്ല് ഒട്ടും പറ്റില്ല. എണ്ണ വേണം അതിന്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നാവില്ല. ഈ വീട്ടിലൊരു ചട്ടുകൊക്കെ ഉണ്ടായിരുന്നു, ദൈവത്തിന് അറിയാം. എണ്ണ തരുമോ? വീട്ടിലെണ്ണ നമുക്കിങ്ങനെ തൂവി കൊടുക്കാം. എന്താ ഏറ്റവും ഫ്ലെയിമുള്ളതായിരിക്കും. എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സ്പ്രേ ചെയ്യുന്നതാ. അതാകുമ്പോ അധികം എണ്ണ പോവില്ല. ഇത് എയർ ഫ്രയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്പ്രേ, 2 ഓപ്ഷനും ഉണ്ട് കണ്ടോ. പക്ഷെ സ്പ്രേ ചെയ്യുമ്പോ എന്താ വെച്ചാൽ എണ്ണ അധികം പോവില്ല, നമുക്ക് കുറച്ചും കൂടെ നല്ലതല്ലേ. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയിട്ടോ. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് സ്പ്രേ ചെയ്യുന്നതൊക്കെ. ഇനി ഞാനൊന്ന് ഇരിക്കട്ടെ. എങ്ങനെയുണ്ട്? രസമുണ്ടല്ലേ ഈ ഇരിക്കല്? നല്ല സുഖം. ഇരുന്നാൽ ഇരിക്കാൻ തോന്നില്ല. മിത്തുക്കുട്ടി പഠിക്കട്ടോ. മിത്തുവിന് എക്സാം തുടങ്ങാറായി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മിത്തുക്കുട്ടിയുടെ സംസാരം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അല്ലേ? ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഒരു റിലാക്സ് ആണ് ആക്ച്വലി. ഞാൻ കുറേ വരാറുള്ളൂ. കാരണം ഈ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. ഇന്നിപ്പോ ഒന്നൊരു വീക്കെൻഡ് ഫ്രീ ആണ്. വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഈ പണിയൊക്കെയാണ്. അല്ല ജസ്റ്റ് ഞാൻ സ്പ്രേ ഒന്നും കൂടി ചെയ്യണോ? അല്ല ഈ സ്പ്രേ ചെയ്യുമ്പോ എപ്പോഴും കുറവല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിങ്ങനെ മാറ്റി മാറ്റി വെക്കണ എന്തിനാ? ഇത് ആക്ച്വലി ഇതിന്റെ ആളെ വിളിക്കണം. കുറെ പേര് എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ. കുറെ പേര് ചോദിച്ചു നമ്മളോട് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാൻ. അപ്പൊ ഈ ഇതേതാ? ഇത് ഫേബറിന്റെ, ഇത് കാഫിന്റെ. ഇത് അടിപൊളിയാട്ടോ. രണ്ടെണ്ണത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ട് ഈ ഹോബ് നല്ലതല്ലേ? അടിപൊളിയാണ്. ഈ ഇതിലുള്ള കമ്പനികളൊക്കെ നല്ലത് തന്നെയാണ്. ഒരു 3-4 കമ്പനികളുണ്ട്. അതിൽ ഏത് മേടിച്ചാലും അങ്ങനെ ഇന്നത് നല്ലതൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇതിനനുസരിച്ച് പ്രായം. ഇതെന്താന്ന് വെച്ചാൽ ഇത് പാല് തിളച്ചു പോവുക അല്ലെങ്കിൽ വെള്ളം തിളച്ചു പോകുമ്പോ ഓട്ടോമാറ്റിക് ഗ്യാസുമായിട്ട് ഡിസ്കണക്ട് ആവും. അങ്ങനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതായത് പുകയാണ്. തിരിച്ചിടാം. ഞാൻ ചെയ്യട്ടെ? ഒരു സമാധാനത്തിലേക്ക്. നല്ല കുഴ അവിയല് പോലത്തെ മീനായി. ഇതിലും പേര് എയർ ഫ്രയർ ആയിരുന്നു. സക്സസ് ആയില്ല. എന്തറിയോ, എണ്ണ ഇല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇങ്ങനെ കുത്തി നിറച്ച് മീൻ ഉണ്ടാക്കരുത്. മീൻ എപ്പോഴും കുറച്ച് എടുത്ത് വേവിക്കണം. ഇത് നമ്മുടെ പണി വേഗം കഴിയുന്ന വിചാരിച്ചത് അതുപോലെ ഇരിക്കും. അത്രേ ഉള്ളൂ. എനിക്ക് പറയാം, എണ്ണയിൽ വറക്കുമ്പോ തന്നെയാണ് മീനിന് ആ ഒരു പ്രോപ്പർ ഓത്തന്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ. ചൂടുകാലം ആയോണ്ടല്ലോ അടുക്കളയിൽ കയറാനേ തോന്നില്ല. സത്യം. ചൂടായിരിക്കും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ മഴ തുടങ്ങി. മെയില് മഴ തുടങ്ങും. നാട്ടില് ഭയങ്കര ചൂടാണെന്ന് അറിയാം. പക്ഷെ കഴിഞ്ഞ മാർച്ചിലാ പോയത്. പക്ഷെ എന്താ വെച്ചാൽ നാട്ടിൽ പോയതിന്റെ പ്രശ്നം ഇരിക്കാനും പറ്റില്ല. എങ്ങനെ അങ്ങോട്ട് കൂടി പുറത്തേക്ക് പോകുമ്പോഴേ
ഭയങ്കര ചൂടാവും. ഇവിടെ മൺഡേ ടു ഫ്രൈഡേ എനിക്ക് ഈ പ്രശ്നമില്ല, കാരണം രാവിലെ 8 മണിയാകുമ്പോഴേക്കും എന്റെ പണി കഴിയും. ചപ്പാത്തിയാണ്, അപ്പൊ ആ ചപ്പാത്തിനെ ഞാൻ കഴിക്കും. സാറ്റർഡേ സൺഡേ എന്താ ഈ സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഇനി നടക്കും തോന്നുന്നില്ല. നാട്ടിലും ഇവിടെയൊക്കെ സെയിം തന്നെ. പക്ഷെ എന്താ വെച്ചാൽ നമ്മള് ഇവിടെ ഉള്ളിലിരിക്കാകൊണ്ട് അങ്ങനെ അറിയില്ല, പുറത്തിറങ്ങി നടക്കല് കുറവല്ലേ. ഏയ് അതൊന്നും ആയിട്ടില്ല. അത് എന്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ മീൻ ഇനി കഴിക്കും. എല്ലാ പ്രദേശം പോയി ഉച്ചക്കൊക്കെ ഇരട്ട കറക്കട്ടയുടെ അടുത്തേക്ക് ആരും വരാത്തത് അല്ലേ. എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരു സ്വഭാവമാണ്, എനിക്കത് മാറ്റണം. അടുക്കളയിലും നല്ല പൊതുവെ പെട്ടെന്ന് ഞാൻ ഡെസ്പ് ആവും. അതായത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല. എവിടെയെങ്കിലും പോയപ്പോ ഞങ്ങള് സാറിന് ഇപ്പൊ എന്തെങ്കിലും ഓൺലൈനിൽ എവിടെയെങ്കിലും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എവിടെയെങ്കിലും പോയി ഞാൻ ഏതെങ്കിലും ഹോട്ടലൊക്കെ നോക്കിയിട്ട് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ ആ ഹോട്ടൽ റൂമിന്റെ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോ ആ റൂമിൽ എന്തെങ്കിലും ഇവർക്ക് സൈഡിൽ എവിടെയെങ്കിലും ഒരു തലമുടി കിടക്കി ഒരു കൂറേനെ ഹോട്ടലിന്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ താങ്ക് യു. ഒരു ഹോട്ടലല്ല എന്ത് സ്ഥലമാണെങ്കിലും അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ രമേശേട്ട ട്രാവലിംഗ് പറയുമ്പോൾ ഞാൻ ട്രാവൽ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എനിക്ക് ഹൈജീൻ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് എനിക്ക് ഈ നോർത്ത് ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യാനേ ഇഷ്ടമല്ല. അതിപ്പോ ഞങ്ങളിപ്പോ അന്ന് ഇവിടെ പഞ്ചവടിയിലൊക്കെ പോയപ്പോഴും അന്ന് താജിലാണ് നിന്നത്, അതുകൊണ്ട് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ആ സ്ഥലങ്ങളൊന്നും എനിക്ക് എന്റെ മനസ്സിൽ തട്ടാത്ത സ്ഥലങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയാൽ പിന്നെ എനിക്കത് ഒരു ഓർമ്മ ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലായി എന്തോന്ന് നിലത്തേക്ക് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ കശ്മീരൊക്കെ എന്താ അടിപൊളിയായിരുന്നല്ലോ, എന്ത് നീറ്റാ. അതുകൊണ്ട് എപ്പോഴും പറയാം നമുക്ക് പുറമെ എവിടേക്ക് പോവാ. അല്ലെങ്കിൽ അതല്ല, അതായത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോ നമ്മള് ഡിഫറെന്റ് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ അത്രയും വലിയ നല്ല ഹോട്ടലുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് മൊത്തം ഇന്ത്യ ഒന്ന് കറങ്ങണം എന്നുള്ളത്. ഞാൻ കുറെ ദിവസമായി സ്വപ്നം വിളിക്കണേ ഡ്രൈവ് ചെയ്യാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ഒന്ന് ഫുൾ സൗത്ത് ആണെങ്കിൽ ഞാൻ റെഡിയാണ്. ഈവൻ കേരളം എനിക്ക് ഇഷ്ടമാണ് കറങ്ങാൻ, കാരണം കേരളത്തിൽ എവിടെ പോയാലും ഹൈജീൻ ഒരു പ്രശ്നമല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പേഴ്സണലി. അതായത് അത് കാസർഗോഡ് മുതൽ നിങ്ങൾ കന്യാകുമാരി വരെ ഏത് വില്ലേജിൽ കൂടെ പോയേക്കൂ നല്ല റെസ്റ്റോറൻറ്റ്സ്, നല്ല താമസ സൗകര്യം. ഇവിടുന്ന് ഇങ്ങോട്ട് വിട്ടാലുണ്ടല്ലോ ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര കഷ്ടം. അങ്ങനെ 1-2 എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യം, പ്രത്യേകിച്ചും ബൈ കാറ് പോകേണ്ട കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ. കാരണം എനിക്ക് ഹൈജീൻ ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ് ഹൈജീൻ. നേരെ മറിച്ച് അന്ന് നമ്മൾ പോയത് അടിപൊളിയായിരുന്നു. രാജസ്ഥാൻ ആണെങ്കിൽ രാജസ്ഥാൻ മാത്രം വേഗം ട്രെയിനിൽ പോവാ, എന്നിട്ട് അവിടെ പോയിട്ട് നല്ല ഹോട്ടലിൽ താമസിക്കുക അങ്ങനെ. പക്ഷെ ഇവിടുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് നോർത്ത് ഫുള്ള് പോകുമ്പോൾ നമുക്ക് വഴിയരികിലൊക്കെ ഡാബയൊക്കെ ആയിരിക്കും കിട്ടുക. അയ്യോ എനിക്കത് നാലേക്കാ വയ്യേ. ഹൈവേസിലൊക്കെ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കേരളം പോകണം എനിക്ക് ആഗ്രഹം. ഞാൻ നമുക്ക് കേരള കന്യാകുമാരി അത് ഭയങ്കര കേരളത്തിൽ എന്താ ഗുണം അറിയാം, കേരളത്തിലുള്ള ഹൈവേസിലുള്ള ഹോട്ടൽസ് പോലെ ഹോട്ടലല്ല പൊതുവെ റെസ്റ്റോറന്റ് ഹോട്ടലല്ല റെസ്റ്റോറൻറ്റ്സ്. കേരളത്തിലെ റെസ്റ്റോറൻറ്റ്സ് ടോയ്ലറ്റ് ഒക്കെ വൃത്തിയുണ്ടാവും. ഹൈവേയിൽ എത്ര റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കിട്ടാറ്. പക്ഷെ ഇവിടെ നോർത്തിലൊക്കെ പലപ്പോഴും മുമ്പ് ഇങ്ങനെ കിലോമീറ്ററോളം. ഞങ്ങള് ഗോവ 2 പ്രാവശ്യം ഞങ്ങള് കാറിൽ പോയ ആൾക്കാരാ. എന്റെ ദൈവമേ, ഗോവയിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയെന്നുള്ള മെഗ്ഡിയൊക്കെ ഉണ്ടായോണ്ട് നമ്മള് രക്ഷപ്പെട്ടതല്ലേ. എന്താ ബ്രേക്ക് കഴിഞ്ഞോ? അല്ല ബ്രേക്ക് ആയോ? പറഞ്ഞോളൂ, വീഡിയോ ഓണാണ്. നിങ്ങൾക്ക് കുട്ടിക്ക് പറയാലോ. ഞങ്ങൾക്കറിയില്ല എന്താ കുട്ടിക്ക് പറയാലോ. ആപ്പോ ഏതോ ഒരു ആപ്പിനെ പറ്റി മിഥുന് പറയാണ്ട് എത്ര എന്നാ പറയൂ. എന്താണ് സംഭവം? ഇന്നലെ ഇതിന് പോയതാണ്, എന്താണ് കമ്പൈൻ സ്റ്റഡിക്ക് പോയത്. ആ അപ്പൊ എന്താണ് കമ്പൈൻ സ്റ്റഡിക്ക് അവിടുന്ന് കിട്ടിയതാണ്. പറഞ്ഞോളൂ. അവിടുന്ന് ഒരു കുട്ടി ഈ ആപ്പ് പോമോ ക്യാച്ച് എന്ന് പറഞ്ഞ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഇതിലെന്താ വെച്ചാ അല്ല ഇത് അങ്ങനെ നമ്മള് വീഡിയോയിൽ പറയുമ്പോ ആദ്യം തന്നെ പറയട്ടെ, ഈ ആപ്പിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. അത് നോക്കിയതിന്റെ ശേഷം കറക്റ്റ് നോക്കിയതിന്റെ ശേഷം മതി. കാരണം ഇത് പിള്ളേര് കണ്ടപ്പോ പക്ഷെ സംഭവം അമ്മ ചെയ്ത് ഞങ്ങളത് റെക്കമെൻഡ് ഒന്നും ചെയ്യണതല്ല, ഇവൾക്ക് അത് നന്നായി തോന്നി പറയാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഇനി അത് വെച്ചിട്ട് അത് നന്നായി അന്വേഷിക്കാതെ ചെയ്യാം. അതില് ഫ്രീ വെർഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ടില്ല, അവളനായിട്ട് ചെയ്തതാണ്. പക്ഷെ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്തുകൂടാന്ന് തോന്നി. കാരണം അവള് പറഞ്ഞ അവൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് പറയണ്ടേ. നമുക്ക് കൊറേ ടൈപ്പ് ഓഫ് സെഷൻസ് ഉണ്ടാവും. സെഷൻ എന്ന് വെച്ചാൽ 1 മണിക്കൂറിനാണ് നമ്മൾ സെഷൻ വെക്കണമെങ്കിൽ 1 മണിക്കൂർ നമ്മൾ അത്രയും നേരം ഫുൾ ഇരുന്ന് പഠിക്കണം.
1 മണിക്കൂർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എത്ര മിനിറ്റ് ആണോ ബ്രേക്ക് വെക്കണേ അത്രയും നേരം അപ്പം തന്നെ സ്റ്റാർട്ടായിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ അത് തുടങ്ങും. അങ്ങനെ ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് പേരുമായിട്ട് വെക്കാം, അങ്ങനെ ഓരോരോ സെഷൻ ആയിട്ട് വെക്കാം. അതാണ് ഈ ബ്രേക്ക് എത്ര നേരം? എന്റെ ബ്രേക്ക് ഇപ്പൊ ഞാൻ വെച്ചേക്കണ 15 മിനിറ്റ്സ്. ഞാൻ 2 മണിക്കൂറായി പഠിക്കണു. 2 hours. വൈറ്റ് നോയ്സ് ഇപ്പൊ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ. ഇത് നോയ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സ്. നോയ്സ് 2, നോയ്സ് 3. ഇത് വൈറ്റ് നോയ്സ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ, പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കൂട്ടാള്. വൈറ്റ് നോയ്സ്, ബ്രൗൺ നോയ്സ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ശബ്ദം ഇല്ലാതിരിക്കാനാണ് റൂം പോയിരിക്കുക, നോയ്സ് ഉണ്ടാവാതിരിക്കാൻ. ഈ നോയ്സ് കാരണം അത് അങ്ങനെ സൈക്കോളജിക്കലി നമുക്ക് നല്ല മഴയുടെ ശബ്ദം കേട്ടാ തീർന്ന്. പിന്നെ 3 ഉണ്ട്. ഇതിപ്പോ ഒരു ദിവസത്തെ ഫ്രീ ട്രയലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കണം. പിന്നെ ഞാൻ ബ്രേക്കിന്റെ സമയത്ത് കിച്ചൺ ടൈമർ വെക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ബ്രേക്ക് എത്ര നേരം. അല്ലെങ്കിൽ ഞാൻ ഇതാ വെക്കുക. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു ദിവസമേ ഉള്ളൂ ഈ സൗണ്ട് ഒക്കെ? അല്ലല്ല, ഈ സൗണ്ടുകളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. പക്ഷെ ഈ 3 വൈറ്റ് നോയ്സ് ഇല്ലേ, അത് ഞാൻ ഒരു ദിവസത്തെ ഫ്രീ ട്രയൽ ഇട്ടിട്ടുള്ളൂ. പ്രീമിയം പ്ലാനിലൊക്കെ. വൈറ്റ് നോയ്സ് ഉള്ള സ്റ്റഡിയും ഫോക്കസിനും വേണ്ടിട്ടാണ്. വൈറ്റ് നോയ്സ്. അപ്പൊ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്തേക്കോളൂ, സോഫ്റ്റ് വൈറ്റ് നോയ്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ. ബ്രൗൺ നോയ്സ് കളർ കിട്ടും നോയ്സിന്. ആപ്പിന്റെ പേര് പോമോകാറ്റ്, POMOCAT. പിങ്ക് നോയ്സ് ഫോർ സ്റ്റഡി. ഞാൻ പണ്ട് സെർച്ച് ചെയ്തായിരുന്നു പിങ്ക് നോയ്സ്. ബ്ലാക്ക് സ്ക്രീൻ, പിങ്ക് നോയ്സ് ഫോർ സ്റ്റഡി. ഈശ്വരാ, കാലം പോലെ പോക്ക് പറഞ്ഞല്ലേ സപ്പ. ഇപ്പൊ നോയ്സ് വേണം. ആഹാ, റെഡിയാ? നമ്മളെ കൊണ്ടൊക്കെ പറ്റിയ പടി ഇതാണ്. ഇതൊക്കെ കഴിക്കാം. ഓക്കെ, പോയി ഭക്ഷണം കഴിക്കാം. വെരി ഗുഡ്. അപ്പൊ എന്താണോ നിനക്ക് ഇഷ്ടമുള്ളത് ആ രീതി. അപ്പൊ മിത്തുവിന്റെ കളീഗ്സിനും അങ്ങനെ കുട്ടികളൊക്കെ പഠിപ്പിക്കാനുള്ളവർക്കൊക്കെ അല്ലെ ഇങ്ങനെയൊക്കെ കുറെ നല്ല നല്ല ടീച്ചിങ് ടൂൾസുകൾ വന്നിട്ടുണ്ട് അല്ലേ? ലൊക്കേഷൻ മാറി. എന്താണ് ഏറ്റവും കുറച്ച് ചോറുള്ള ഈ ഭക്ഷണം ഉണ്ടാക്കലല്ല, അത് കഴിഞ്ഞിട്ടുള്ള അടുക്കള കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വിചാരിക്കും ഭക്ഷണം ഉണ്ടാക്കണ്ട, പട്ടിണി കിടക്കും അല്ലേ? അടുക്കള കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരു 2 മണിക്കൂർ അടുക്കള വൃത്തിയാക്കണം. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിച്ച് എല്ലാവർക്കും സ്വീറ്റ്സ് കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം വാട്ടർ മെലനിൽ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? നല്ല നല്ല വാട്ടർ മെലൻ ഈ ചൂടത്ത് നല്ല സുഖമാണ് കഴിക്കുക. അപ്പം മിത്തുക്കുട്ടി എനിക്ക് വായി തരാണ്, മിത്തും കഴിക്കുന്നുണ്ട്. അതിൻ്റെ ആ വെള്ളം പോലെ കഴിഞ്ഞു ഓൾമോസ്റ്റ് അല്ലേ? അപ്പം സൺഡേ കഴിഞ്ഞു. ഇനി എന്താ ഈവനിങ്ങിൽ ജിമ്മിൽ പോവാൻ പരിപാടി. ഇന്നത്തോടെ ഈ ദിവസം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലും സിനിമ കാണണം. OTTയിൽ ഇഷ്ടംപോലെ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം മാർക്ക കണ്ടു കേട്ടോ. നല്ല സിനിമ അല്ലേ? നല്ല സ്വാഗ് പടം. പക്ഷെ ഞാൻ അങ്ങനെ കണ്ട് രമേശേട്ടൻ നന്നായി കണ്ടു. അടിപൊളി സിനിമ. അതായത് ശരിക്കും തിയേറ്ററിൽ കാണണമായിരുന്നു തോന്നുന്നു. ഉണ്ണിമോന്ത അങ്ങനെ പൂണ്ട് വിളയാടിയുണ്ട് അറിയില്ലേ? നല്ല അടിപൊളി പടം. പക്ഷെ കുറേയൊക്കെ നമുക്ക് അത്രയ്ക്കൊന്നും മനക്കെട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണും, ഇടയ്ക്ക് ഇങ്ങനെ കാണും. അങ്ങനെയൊക്കെ കണ്ട് തീർത്ത് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ രാത്രി കണ്ട സിനിമ ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. പല്ലുട്ടി 90s. അത് ഏതിലാ മിത്തു കണ്ട്? ആമസോൺ പ്രൈം. കാണാത്തവര് കാണണം കേട്ടോ. ഇത് കുറെ അവാർഡ് കിട്ടിയത് എല്ലാരും കണ്ടതാവും. നല്ല ഫേമസ് ആണ്. കുറച്ച് പഴയതാ തോന്നുന്നു നമ്മള് കാണാൻ വൈകിയോ? അല്ല, അത്ര പഴയതൊന്നുമല്ല. പക്ഷെ എല്ലാരും കണ്ടു, കുറെ അവാർഡ് കിട്ടി. നല്ല ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിക് മൂവി എന്ന് പറയില്ലേ? നമ്മുടെ 90s കിഡ്സിന്റെ ആ ഒരു ഭയങ്കര രസമുള്ള ഒരു മൂവി. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു നല്ല കാലമായിരുന്നൂലേ തോന്നും. മൊബൈലൊന്നും ഇല്ലാത്ത നല്ലൊരു ഭയങ്കര സുഖമുള്ള മൂവി. പറഞ്ഞ പോലെ എല്ലാവർക്കും നൊസ്റ്റാൾജിയ സുഖമാവില്ല. ചിലവർക്കല്ല, പല കഷ്ടപ്പാടിലൂടെയും വളർന്നവർക്ക് ഒരിക്കലും തിരിച്ച് ആ നൊസ്റ്റാൾജിയിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോവാൻ തോന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പക്ഷെ ഭയങ്കര ഗ്രാമത്തിൻ്റെ ഭംഗിയുള്ള നന്മയുള്ള നല്ല രസമുള്ളൊരു പടം. അതെന്തായാലും നിങ്ങൾ കാണണം. നമ്മൾ അനുഭവിച്ചു പോകുന്നു, നമ്മൾ കണ്ടത്, നമ്മൾ ചെയ്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്ത് തന്നെയല്ലേ. അതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന സിനിമയോട്. അത് കണ്ടു കഴിഞ്ഞപ്പോ മിത്തൂര് എന്തിനാ നമ്മള് പറഞ്ഞത്, നമ്മൾ അനുഭവിച്ച സംഭവങ്ങളാണ്. മിത്തൂര് ഭയങ്കര ഇഷ്ടം. മിത്തൂർ അയ്യോ എന്ത് രസമല്ല, എന്ത് രസമുള്ള കാലല്ലേ, നല്ല ഇഷ്ടം. പിന്നെ അവരുടെ അഭിനയം, അതാണ് മെയിൻ ഇഷ്ടം. കുട്ടികളുടെ അഭിനയം കാരണമാണ് നമുക്ക് ഇഷ്ടം. എന്ത് രസമായിട്ട് അറിയാല കുട്ടികൾ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മുന്നേ കണ്ടൊരു സിനിമ മതി
അതെ, നമ്മൾ മുന്നേ കണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ട്, അർജുൻ അശോകന്റെ. ഇതും അർജുൻ അശോകൻ തന്നെയാണ്. ആ ആനന്ദ് ശ്രീബാലി നല്ല സിനിമയായിരുന്നു അല്ലേ? അത് നമ്മൾ പിന്നെ പറയാൻ മറന്നുപോയി. ഇനി ഏതാണുള്ള സിനിമ വിത്തോ? ഇനി ഏതോ സിനിമ ഇരുന്ന് കാണും. ഇനി ഏതൊക്കെ ഉള്ളത് നോക്കട്ടെ. കുറച്ചേരം ഇരുന്ന് സിനിമ ഉണ്ടല്ലോ. എന്തായാലും മാർക്കോ പിന്നെ ഞങ്ങൾ മിത്തും ഇല്ലാതെയാണ് കണ്ടത്. കുട്ടികൾക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, അത് അത്രയ്ക്കൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ സംഭവം കിടിലം പണം. അപ്പോൾ ആ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഒന്നുമില്ല, ഒരു കുട്ടി വ്ളോഗായിരുന്നു. നമ്മുടെ ഒരു സൺഡേ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഉണ്ടാവാറ് എന്നുള്ളത്. സാറ്റർഡേ നല്ല ഇഷ്ടമാണ്, ഫ്രൈഡേ നല്ല ഇഷ്ടമാണ്, സൺഡേ വലിയ ഇഷ്ടമില്ല. നാളെ മുതൽ പിന്നെയും സ്കൂളും ഓഫീസൊക്കെ അല്ല. അപ്പോൾ എല്ലാ ആഴ്ചയും ഫ്രൈഡേ വരും എന്നാലും അല്ലേ. പക്ഷെ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഒരു വീക്കെൻഡ് ആകുമ്പോൾ ഇനിയൊരു എനിക്ക് തോന്നുന്നു മാർച്ച് 13 വരെ മിഥുന് എക്സാമാണ്. ഫെബ്രുവരിയിൽ അവിടെ തുടങ്ങിയ മാർച്ച് 13 വരെ എക്സാം. അപ്പോൾ ആ ഒരു വീക്കെൻഡിനൊന്നൊരു രസമല്ലേ, പുറത്തേക്കൊന്നും പോവാത്ത. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇന്നലെ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നു വെച്ചാലും. പോകാനും ബിസി ആവാനും ഒരു മൺഡേ ഉള്ളത് കൊണ്ടാണ് സാറ്റർഡേയും സൺഡേയും വാല്യൂ ഉള്ളതായി തോന്നുന്നത്. മനസ്സിലായോ? പോകാനും ചെയ്യാനും ഒന്നുമില്ലാത്ത ഒരു മൺഡേ ആണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേന് എന്ത് വാല്യൂ ഉള്ളത്? അതായത് സാറ്റർഡേ സൺഡേ പോലെ തന്നെയാണ് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഉള്ളത്. എന്ത് രസമുള്ളതല്ലേ. അപ്പൊ മൺഡേയും ട്യൂസ്ഡേ ഒക്കെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള കാരണമാണ് നമുക്ക് സാറ്റർഡേ സൺഡേ ഒരു വാല്യൂ ആയിട്ട് തോന്നുന്നത്. ആ ബിസി ലൈഫ് അതിനോടൊരു വാല്യൂ എൻജോയ് ചെയ്യണത് ഈ ഫ്രൈഡേനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ്. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ എന്തെല്ലാം ഒരേ ലൈഫ് അല്ലേ. പക്ഷെ എന്നും ബിസി ആവട്ടെ. അപ്പൊ നയിക്കുന്നത് നല്ല ഇഷ്ടമാണ്. രാവിലെ തന്നെ ജിമ്മ് പോവാലോ. അപ്പൊ അതാണ്. ഇനിയിപ്പോ വിത്തുവിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയ പിന്നെ ബിസിയോട് ബിസി. ആ പറഞ്ഞതിന് 2 ഇത് കൂടുതലായിട്ടുണ്ട് എനിക്ക്. അതെ, അമ്മി മകള് കഴിക്കണത് നോക്കിയിരുന്ന് വെള്ളറക്കി നല്ല സുഖമുണ്ടല്ലേ. മിത്തോണ് വാട്ടർമെലന്റെ ആള്. കുറച്ച് പച്ചവെള്ളം അതിലിട്ട് കലക്കി കാട്ടിരിക്കും. അത് തരാം, പച്ചവെള്ളം തരാം. മിത്തന്നെ ഫുള്ള് കഴിക്കാം. അവൾക്ക് വേണ്ടി ഇരുന്ന് വാട്ടർമെലൻ വാങ്ങണം. അവൾക്ക് അത്ര ഇഷ്ടമാണ്. നല്ലതുമാണ്, ദാഹവും മാറുമല്ലോ അല്ലേ. ഇനി ഇങ്ങോട്ട് വാട്ടർമെലന്റെ ഇനിയൊരു 3-4 മാസം തന്നെയാണ് രാവിലെ മുതൽ കഴിക്കേണ്ടത്. അപ്പം എൻ്റെ കിച്ചൺ അങ്ങനെ കിടക്കുകയാണ്. എനിക്ക് വയ്യ, ഞാൻ പറയാം ഭയങ്കര ചൂട്. എനിക്ക് ഇവിടെ ഇങ്ങനെ സുഖമായി കുറച്ചു നേരം കിടക്കട്ടെ. എന്നിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യണം. കിച്ചൺ കണ്ടുപിടിച്ച ആരാണോ. അപ്പോൾ തൽക്കാലം എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇതോ എന്തായി. ബ്രേക്ക് കഴിഞ്ഞാ ബ്രേക്ക് ആപ്പിൽ ബ്രേക്ക് വെച്ചിട്ട് ബ്രേക്ക് കൂട്ടി വന്നിരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ആപ്പിലാക്കായിരുന്നു പോലെ. ഞാൻ പറയാറിലേക്ക് ഇനി ഇരുന്ന് സംസാരിക്കാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തൽക്കാലം വ്ളോഗ് നിർത്തണം. പെട്ടെന്ന് സംസാരിക്കാൻ നിർത്തി. അത്രയേ ഉള്ളൂ. ബൈ.